ഇന്തോനേഷ്യയിലെ ഒരു ലോക്കൽ സൂ ആണിത്. ഒരു മൃഗശാല, അതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടോ, എന്തൊരു വൃത്തിയിലാണ് സംഭവങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണത്. ടിക്കറ്റ് കൗണ്ടറുകൾ ഉഷാറാക്കിയിട്ട് വെച്ചത് വൃത്തിയിൽ വരിയായിട്ട് നിന്നിട്ട് ഏതാളുകൾക്കും ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്ത് അതിനുശേഷം പോകേണ്ട വഴിയാണിത്. ഇതിൻ്റെ പേര് കണ്ടോ, ജംബീറ ലോക. ലോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഭാഷയിലും വേൾഡ് എന്നുള്ള അർത്ഥമാണ്. അനിമൽ വേൾഡ് എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഇതിലാണ് ടിക്കറ്റ് എടുത്തതിന് ശേഷം പോകേണ്ട വഴിയാണ് ഇത്. എൻട്രൻസ് ഇതുവഴി കയറിയിട്ട് പോകണം ടിക്കറ്റ് എടുത്തിട്ട്. ടിക്കറ്റ് എടുക്കാൻ പോയ ആളെ വെയിറ്റ് ചെയ്യട്ടെ. നമ്മുടെ ഫ്രണ്ടാണ് ടിക്കറ്റ് എടുക്കാൻ പോയത്. വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാട് ഫാമിലീസ് കാര്യങ്ങൾ എല്ലാവരും പതിവ് പോലെ ഇവിടെ എത്തിയിട്ടുണ്ട് കാണാൻ. ഒരു മരം കണ്ടോ, ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. ഇതാണ് ടിക്കറ്റ്. ഇത് സ്കാൻ ചെയ്തിട്ടാണ് കയറല്. ഉണ്ടോ, ഒരു സൂവിൻ്റെ ഉള്ളിലെ സെറ്റപ്പാണിത്. ഇന്തോനേഷ്യയിലെ സാധാ ഒരു സൂ. ഇതിൻ്റെയൊക്കെ വൃത്തി കണ്ടോ, മരങ്ങളൊക്കെ പരിപാലിച്ചത് അടിപൊളിയായിട്ട്. ഒരു ആൽമരം നല്ല പഴക്കമുള്ള, നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇതങ്ങനെ പോവുകയാണ് ഉള്ളിലേക്ക്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് കയറി നമ്മൾ ഉള്ളിലെത്തി. സൂന്ന് എഴുതി വെച്ചാണ്. ചെറിയൊരു ഫൗണ്ടൈൻ, മീനുകളൊക്കെ ഉണ്ട് ഇതിൽ. ആദ്യത്തെ സെക്ഷനിലേക്ക് കയറാണ് പെറ്റിംഗ് സൂ. പെറ്റിംഗ് സൂ എന്ന് എഴുതി വെച്ചാണ് ഗേറ്റിൻ്റെ മുന്നിൽ. ഓ, കെൽഡായ് എന്നാണ് കഴുതൊക്കെ പറയുന്നത്. കഴുതകളാണ്. 2 ടൈപ്പ് കളറിലുണ്ട്. ഒന്നൊരു ബ്രൗണിഷ് കളറിലുള്ളതും പിന്നെ അത്ര ബ്രൗൺ അല്ലാത്ത ഒരു ഗ്രേ കളറിലുള്ളതും. 2 ടൈപ്പ് കഴുതകളാണുള്ളത്. അങ്ങനെ വൃത്തിയായിട്ടുള്ള പാതകളാണ്, നടപ്പാതകൾ. സൂപ്പറായിട്ട് തന്നെ പരിപാലിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോഴികളുള്ള ഒരു സെക്ഷനിലെത്തിയാണ്. അയാം ബ്രഹ്മ. അയാം എന്ന് പറഞ്ഞാൽ ചിക്കൻ എന്നാണ് ഇവരുടെ ഭാഷയിൽ. ബ്രഹ്മ, അത് ബ്രഹ്മ ചിക്കന്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ബ്രഹ്മ ചിക്കൻ തന്നെ അത് കണ്ടോ. പിന്നുള്ളത് കൽക്കുൻ, വൈറ്റ് റോയൽ പാം എന്നാണ്. വൈറ്റ് റോയൽ പാം എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ഒരു പക്ഷി അല്ലെങ്കിൽ കോഴിയാണിത്. അങ്ങനെ ഈ 2 സെക്ഷനാണ് ഇവിടെ ഉള്ളത്. ഇത് മെയിനായിട്ട് പക്ഷികളെ കോഴികളെ സെക്ഷനാണ്. നല്ല ആളുകളുണ്ട് കേട്ടോ പല ഭാഗത്തുനിന്നും. കണ്ടോ, വേറെ ടൈപ്പ് കോഴികൾ. നല്ല രസമുള്ള കോഴികളാണിത്. നല്ല ഡിസൈനാണ് കാണാൻ. പിന്നെ അവിടെ താറാവിൻ്റെ വ്യത്യസ്തമായ രീതിയിലുള്ള കളറുകൾ, വൈറ്റ് ബ്രൗണിഷ് കളറിലൊക്കെയുള്ള താറാവ്. കോഴികൾ തന്നെയാണ് മെയിനായിട്ട് ഈ സെക്ഷനിൽ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോവാ. ഇവിടെ ഒരു എയർപ്ലെയിൻ്റെ രൂപം, എയർപ്ലെയിൻ്റെ രൂപമല്ല, എയർപ്ലെയിൻ തന്നെ പഴയത്. അത് ഇവിടെ കൊടുന്നു വെച്ചതാ. ഫൈറ്റർ യുദ്ധവിമാനമാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഗിനിക്കോഴികൾ സാധാരണ, അതിൽ വലിയ പ്രത്യേകത ഒന്നുമില്ല. അത് തന്നെയാണ് ഇത്.
ഓരോ ടൈപ്പ് കോഴികളാണുള്ളത് ഇവിടെ. നല്ലൊരു ക്ലൈമറ്റുമാണ് ഇതിൻ്റെ ഉള്ളിൽ, കൂളിങ്. കാരണം മരങ്ങൾ എല്ലാം നല്ല രീതിയിലുള്ളതുകൊണ്ട് നല്ല മുളകൾ, മരങ്ങൾ കണ്ടോ, ഈ സൈഡിലൊക്കെ നല്ല പച്ചപ്പുള്ള ചെടികളാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണോ പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ നടന്നു പോകാൻ കഴിയുന്നുണ്ട് ആളുകൾക്കൊക്കെ, തണൽ മരങ്ങൾ നല്ല ഉള്ളത് കൊണ്ട്. അടുത്തതായി ആടുകളെ സെക്ഷൻ. ആട് പല ടൈപ്പ് ആടുകളുണ്ട്. വേൾഡിൻ്റെ പല ഭാഗത്തുള്ള പല ഇനങ്ങളാണ്. എന്തിനാന്ന് പേര് നമുക്ക് അറിയില്ല കേട്ടോ. ആടുകളെ സെക്ഷൻ പല ടൈപ്പ് ആടുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ആ ടേബിളിൻ്റെ ഒക്കെ സ്റ്റാൻഡിൻ്റെ ഒക്കെ മുകളിൽ കയറിയിരിക്കുകയാണ് ആടുകൾ. അത് കഴിഞ്ഞ് ചെമ്മരിയാട്. ചെമ്മരിയാടിന്റെ സെക്ഷന്. ഓ, ഇത് നമ്മളെ പെറു ഇങ്ങനത്തെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ കാണുന്ന ഒരു മൃഗമാണ്. ഇതിന്റെ പേര് എന്താന്ന് കറക്റ്റ് ഓർമ്മിക്കണ ഞാനത് പോയി നോക്കട്ടെ. ഇത് മെയിനായിട്ട് അവിടെയാണ് കാണല്. ലാറ്റിൻ അമേരിക്കൻ കൺട്രിയിലെ പെറു, ചിലി അവിടെ ഉണ്ടാവില്ല ഈ സാധനം. വേറെ വീഡിയോസിലൊക്കെ കണ്ടിണ്. അതിന്റെ പേര് ഇതിൽ ഇവരെ ലാംഗ്വേജിൽ അൽപ്പാക്ക എന്നാ പറയാ. പക്ഷേ ഇംഗ്ലീഷിൽ ഇതിന് വേറെന്തോ ഒരു പേരുണ്ട്. കണ്ടില്ലേ? പെറു, ബൊളീവിയ, ചിലി, അർജന്റീന സ്ഥലങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ഓ, ഒരു ആൽമരം കണ്ട അവിടെ, നല്ല പഴക്കണ്ട ടൈനി, വളർന്ന് പന്തലിച്ച് ഒന്നായിട്ട് സൂപ്പറായിട്ട് കിടക്കണത്. അങ്ങനെ ഒന്നല്ല, ഇഷ്ടം പോലെ മരങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ, പല ടൈപ്പ് മരങ്ങൾ. ചെറിയ ടൈപ്പ് പന്നികളുണ്ട് ഇവിടെ. അതാ കാണി. ചെറുത് ആമ. ഓ, ആമകളാണ്. ഓ, ഇത് ആമകളെ സെക്ഷൻ കേട്ടോ. ഒരുപാട് ആമകളുണ്ട്, വേറെ പല ടൈപ്പ് കാറ്റഗറി പെട്ടെ. നമ്മളെ നാട്ടിൽ കാണാത്ത ടൈപ്പ് മൃഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ആമകളൊക്കെയാണ് ഇത്. നാട്ടിൽ കണ്ടിട്ടില്ല ഈ ആമകളൊന്നും സൂലിട്ടോ. മുയലുകൾ, ഓ, ചെറിയ ടൈപ്പ് കുതിരകൾ, ചെറിയ പോണി. ഓ, സൂപ്പർ. നല്ല രോമങ്ങളൊക്കെ ഉള്ള, നല്ല ചെറിയ, തീരെ ഹൈറ്റില്ല, അടിപൊളിയായിട്ടുണ്ടത്. നല്ലൊരു അനുഭവം തന്നെ. നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരുപാട് മൃഗങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങൾ കാണാൻ പറ്റി. ഇനി ഇതിപ്പോ ഒരു സെക്ഷനേ ആയിട്ടുള്ളൂ, അടുത്ത സെക്ഷനിലേക്ക് പോയി നോക്കാം. ആ സൂവിന്റെ ഉള്ളിൽ തന്നെ കണ്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ഒരു ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാം.
ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വിശാലമായിട്ടുള്ള സ്ഥലം. ഇതിന്റെ ഒരു സൈഡിലൂടെ ഒരു റിവർ പോകുന്നുണ്ട് കേട്ടോ, സൂവിന്റെ. ഇവിടുന്ന് കണ്ടിട്ട് ചിലപ്പോ ആ ഭാഗത്തേക്ക് ഇറങ്ങി പോകേണ്ടി വരും. അങ്ങനെയാണ്, ഇത് വേറെ സെക്ഷനാ. ഓക്കെ ഓക്കെ, അതുവഴി താഴേക്ക് ഇറങ്ങി പോകണം. ഇവിടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിസ്കരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഉണ്ടാകും ആവശ്യമുള്ള ആളുകൾക്ക്. അതിനെങ്ങനെ ഇവിടെ എഴുതിയിട്ടുണ്ടാവും മുസല്ലാന്ന്. ഇത് മുസല്ലാന്ന് എഴുതി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ള ഏരിയ എന്നാണ്, പ്രയർ ഹാൾ എന്നാണ് ഇതിന്റെ അർത്ഥം. ഓ സൂപ്പറായിട്ട് കുറെ ചെറിയ കല്ലുകള് അടുക്കടുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഒരു കാട്ടില് ചെന്ന ഫീൽ തന്നെ കേട്ടോ. ഒരു സൂ ആണ് എന്ന് തോന്നുന്നില്ല നമുക്ക്, കാട്ടില് പോയ ഒരു ഫീല് തന്നെയാണ്. അടുത്തതായി വേറെ സെക്ഷനിലേക്ക് കയറണം നമ്മള്, കണ്ടോ? വേറൊരു സെക്ഷനിലേക്ക് കയറി. ഇതൊരു സൂ ആണ് നമുക്ക് പറയണതിന് ഭയങ്കര ഒരു അത്ഭുതം തന്നെ. കാരണം നമ്മുടെ നാട്ടിലുള്ള സൂ ഒന്ന് വ്യത്യസ്തമായിട്ടൊരു സൂ ആണ്. കാരണം ഇതൊരു കാട്ടിലൂടെ നടന്നു പോണ ഒരു ഫീലാണ് നമുക്ക് തരുന്നത്. ഇതങ്ങനെ നടന്നു പോയിട്ട് ഇതാ ഒരു ചെറിയൊരു അരുവിണ്ട്, അതിനെ കടന്നിട്ട് നേരത്തെ നമ്മൾ മുകളിൽ നിന്ന് കണ്ടേ ആ അരുവിനെ പാസ് ചെയ്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോയി വെക്കണം. ഈ പാലം കടന്നിട്ട് അടുത്ത കരയിലേക്ക്. ഇതിന്റെ മുകളിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ ഇറങ്ങി വന്നത്, ആ സെക്ഷനിൽ ഇറങ്ങി വന്നത്. ആളുകൾ അങ്ങനെ വന്നു. ഇത് ഈ പാലം കടന്നിട്ട് അടുത്ത ലാൻഡിലേക്ക്, അടുത്തൊരു ഭൂമിയാണ് സെക്ഷന്, ആ ഭാഗത്തേക്ക് കടന്നു. ഇപ്പൊ നമ്മള് ഈ ആൽമരങ്ങളോട് നല്ല പരിപാലിച്ചിട്ടുണ്ട് കേട്ടോ. പഴക്കച്ച നാലുകൾ നല്ല ഉണ്ട്. തണലുമാണ്, നല്ല കാര്യമാണ്. ഒരു സൈഡിലുള്ളത് ബാമ്പു, പ്രത്യേക ടൈപ്പ് ബാമ്പു നിരന്ന് കിടക്കുക. ഇവിടെ ദിസ് ഈസ് ബോട്ടിംഗ്. വാട്ട് ഈസ് ദിസ്? എനി ഷോ? ഫൗണ്ടൈൻ? എനി ഷോ ലൈക്ക് ദിസ്? കുറെ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. സംഭവം എന്തോ ഒരു ഷോ നടക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, നമ്മളും കൂടെ പോയിട്ട് ഇരിക്കുക. എന്തോ ഒരു ഷോ നടക്കാൻ പോകും, നോക്കട്ടെ. ഇവിടെ ഇരിക്കട്ടെ കുറച്ചു നേരം. അത് ഷോ അല്ല, ഇതുപോലൊരു വണ്ടി വരും ഇതിന്റെ ഉള്ളിലൂടെ നമ്മൾ സഫാരി റൈഡ് കൊണ്ടുപോകാനേ. അതിനുവേണ്ടി ആളുകൾ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളും അതേപോലെ ഇരിക്കുകയാണ്. അപ്പം ആദ്യം വന്ന ആളുകളെ പ്രിയോറിറ്റിക്ക് അനുസരിച്ചിട്ട് വണ്ടിയിൽ കയറ്റി പോകും. അതാണ് സംഭവം. ഓക്കെ, കണ്ടില്ല, ആദ്യം വന്ന ആളുകൾ ഇറങ്ങി. ഇനി നമ്മളും ഇതേപോലെ കയറാണ്. അതിനുവേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുക, അല്ലാതെ ഷോ അല്ല. സോറി. കാരണം ഒന്നാമത് ഇവിടെ ആരോട് ചോദിക്കാനും വയ്യ. ലാംഗ്വേജ് ഇംഗ്ലീഷുകാർക്കും അറിയില്ല. ഇവിടെ ലാംഗ്വേജ് ഒരു എഴുതി വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, എന്താണെന്നുള്ളത് നമ്മളൊന്ന് കയറി നോക്കുക. ഒരു റൈഡ് പോവാ ഇതിൻ്റെ ഉള്ളിലൂടെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഉണ്ടോ, ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ പോവുകയാണ്. ഈ സ്ഥലങ്ങൾ ഓരോന്ന് കാണിക്കുകയാണ് ഇതിൽ. അങ്ങനെ വേറൊരു സെക്ഷനിൽ കൊണ്ടുപോയിട്ട് ഇറക്കി നമ്മളെ. ഇവിടെ കുറച്ച് മൃഗങ്ങളുണ്ട് ഇവിടെ. പിന്നെ അക്വേറിയം,
ഇങ്ങനത്തെ സംഭവങ്ങൾ, ആനകൾ, ഇങ്ങനെ അവിടെ അല്ലാത്ത കുറച്ച് മൃഗങ്ങൾ, വലിയ മൃഗങ്ങളൊക്കെ ഉള്ളത് ഏരിയയാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഈ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്ന് നമ്മളിവിടെ ഇറക്കി. ഇനി ഇറങ്ങി നമ്മൾ പോയി നോക്കുക. ഇത് ഇന്തോനേഷ്യയുടെ സുമാത്ര ഏരിയയിൽ ആണ് ഇവിടെ ആനകളെ കാണപ്പെടുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓരോ നാട്ടിലുണ്ടാവില്ല ഓരോ ഏരിയകൾ ആനകളുള്ള. അപ്പോൾ ഇവിടെ സുമാത്ര ഏരിയയിലാണ് ആനകളുള്ളത്, ഇന്തോനേഷ്യൻ്റെ. അവിടെയുള്ള ആനകളാണ് എന്നാണ് പറയപ്പെടുന്നത്. ചെറിയ ടൈപ്പ് ആനകളാണ്. ഇനി പ്രായം കുറഞ്ഞതാണോ കൂടുതലൊന്നും അറിയില്ല. എന്തായാലും നമ്മുടെ നാട്ടിൽ അത്ര വലുപ്പം കാണില്ല. സംഭവം വാലൊക്കെ നല്ല നീളമുണ്ട്, താഴെ വരെ എത്തുന്നുണ്ട് വാല്. കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ആനയെക്കാട്ടിലും കുറച്ച് മാറ്റങ്ങളുണ്ട് ഷേപ്പിലും ബാക്കി കാര്യങ്ങളിലൊക്കെ. അവിടെ കുറച്ച് ആനകൾ കൂടുതലായിട്ടുണ്ട്. അതിൻ്റെ മുന്നേ നമുക്ക് ഇതവിടെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ഒറാങ്കുട്ടാനുണ്ട് ഇവിടെ. ഈ വെറ്റകളൊന്ന് കണ്ടുനോക്കുക. ഒരു കണ്ടില്ല ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി നിർത്തിക്കണം ഇവരെ, വെള്ളത്തിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇവർ ചാടി പോകും. അല്ലെങ്കിൽ ആ സെക്ഷനിൽ അവരങ്ങനെ ഇരിക്കാണ്. തേങ്ങ എന്തോ പൊളിച്ച് തിന്നുണ്ട് അവർ. തേങ്ങ തന്നെയാണ്. സൂം ചെയ്ത് നോക്കട്ടെ. യെസ്, രണ്ടാളുകളുണ്ട്. തേങ്ങ പൊളിച്ച് തിന്നണം അവർ. ഉഷാറായിട്ടൊരു ഫൗണ്ടൈൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ മുകളിൽ ഒരു കല്ലിലങ്ങനെ ഇരുന്നിട്ട് തേങ്ങ പൊളിച്ച് തിന്നണം അവർ. നല്ലൊരു ആംബിയൻസ് തന്നെ കേട്ടോ. അവർക്ക് ഒരുക്കി കൊടുത്ത് നിൽക്കാനുള്ള നല്ല കൂളിംഗ് ആയിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ചെറിയൊരു കൂടിൻ്റെ ഉള്ളിൽ. പക്ഷെ അവിടുന്ന് ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, കാരണം ചുറ്റും വെള്ളമാണ്. അങ്ങനെ അത് കഴിഞ്ഞു. വേറെ ആനകൾ ആ സെക്ഷനിൽ അവിടെ ഉണ്ട് കേട്ടോ, കുറച്ച് ആനകൾ. അവിടെ ഒന്ന് പോയി നോക്കുക. കുറച്ച് ആനകൾ കൂടുതലായിട്ട് ഇവിടെ ഉണ്ട്. ഇവരെ ഭാഷയിൽ ഗജ തന്നെയാണ് കേട്ടോ ആനക്ക് പറയാ. നമ്മളെ നാട്ടില് ഗജ എന്നുണ്ടല്ലോ, ആനന്റെ വേർഡുണ്ട്. ഗജ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഇവര് ആനക്ക് ഗജ എന്നാ പറയാ. 3-4 ആനകളുണ്ട് ഇവിടെ. അടുത്ത സെക്ഷനിലേക്ക് പോയി നോക്കാം നമ്മളിനി. സംഭവം ജീവനില്ലാന്ന് തോന്നുന്നു, പക്ഷേ ജീവനുള്ള ആളട്ടോ. ആള് ഉച്ചമയക്കത്തിലാണ്. വേറെ ടൈപ്പ് ഇതാ ഇവിടൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഉണ്ടോ? ഒരാൾ വെള്ളത്തിൽ നീന്തുന്നു, ഒരാൾ കരക്കത്ത് കയറി കിടക്കുന്നു, വേറൊരാൾ ഇതവിടെ വേറെ കിടക്കുന്നു, വായ വിളിച്ച് കിടക്കുന്നു. ഇത്ര അടുത്തുനിന്ന് ക്രോക്കഡൈലിനെ മുതലിനെ കാണാൻ പറ്റുട്ടോ. ഒരു ഗ്ലാസിന്റെ ഡിസ്റ്റൻസ് മാറ്റത്തിൽ. ഇതാ ഇതൊരു ഗ്ലാസ്സാണ്. ഇവിടെ ആള് കിടന്നുറങ്ങുന്നുണ്ട് അവിടെ വെള്ളത്തിന്റെ താഴെ. താഴെ ഒരുപാട് മീനുകളുണ്ട്, ചെറിയ മീനുകളുണ്ട്. This is making that sound. This is making that sound. No, from your home, but making sound. This is another. ഒരു പ്രത്യേക ടൈപ്പ് ലിസാർഡ്, പല്ലി ഇനത്തിൽപ്പെട്ട ഒരു സാധനം എന്നാ പറയുന്നത്. ഇത് സൂവിൻ്റെ സ്റ്റാഫുകളായിട്ട്, അതൊക്കെ സൂവിൻ്റെ സ്റ്റാഫുകളാണ് ഈ യൂണിഫോം ഇട്ടിട്ടുള്ളത്. കണ്ടോ? ഇവർ വരുന്ന ആളുകൾക്കൊക്കെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് എടുത്തു കൊടുക്കുകയാണ്. ഇതൊക്കെ സൂവിൻ്റെ സ്റ്റാഫാണ്. ഉണ്ടല്ലേ?
എല്ലാ തരം ജീവികളുണ്ട് കേട്ടോ, തവളകൾ വരെ ഉണ്ട്. അതായത് തവളകളെ മാത്രമുള്ള ഒരു സെക്ഷനാ. കംപ്ലീറ്റ് തവളകൾ ഈ സെക്ഷനിൽ. ആമകളുണ്ട്, ചെറിയ ആമകള്. നമ്മളങ്ങനെ ഓരോ സെക്ഷനിലൂടെ കൊണ്ടുപോവാണ്, പല പല കാഴ്ചകൾ കാണിച്ചു തന്നിട്ട്. ഒട്ടും മടുപ്പ് വരുന്നില്ല നമുക്ക് കാഴ്ചകൾ കണ്ടിട്ട്. കാരണം നമ്മളെ നാട്ടിലെ സൂ പോലെ എല്ലാം ആക്റ്റീവാ. ഒരു ഒരു കൂട്ടിലും സംഭവം ഒന്നുമില്ലാതെ നിൽക്കുക, അങ്ങനെ ഒന്നുമില്ല. എല്ലാത്തിലും സംഭവങ്ങളുണ്ട്. പിന്നെ വൃത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, സൂപ്പറായിട്ട് പരിപാലിച്ചിട്ടുണ്ട്. വലിയ ആമകളുടെ ഒരു ലോകാട്ടോ, ജൈന്റ് ടോട്ടോയ്സുകളാ. ഇതൊക്കെ നമ്മൾ വിദേശത്തൊക്കെ കാണലുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കാണാനുള്ള ഭാഗ്യം കിട്ടി ഇവിടെ വന്നുകൊണ്ട്. കല്ലാണോ എന്ന് അറിയില്ല, അതേപോലെ ഷേപ്പ്, നല്ല വലുപ്പമുണ്ട്. ചെറുതുണ്ട്, കുട്ടികളുണ്ട് അതിൻ്റെ ഇടയിൽ, കണ്ടോ. അങ്ങനെ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് അടുത്ത സെക്ഷനിലേക്ക് നീങ്ങുകയാണ്, വേറൊരു ഭാഗത്തേക്ക്. ഒരു സൂ ആണോ ഇത് എന്നുള്ളത് നിങ്ങളോട് വീണ്ടും ആവർത്തിക്കുകയാണ് ഞാനിത്. കാരണം അത് ഇത്രയും വൃത്തിയായിട്ട് പരിപാലിച്ചിട്ടുണ്ട് സാധനം. കാട്ടിലൂടെ നടക്കുന്ന ഒരു ഫീൽ നമുക്ക് തരുന്നേ. ഇവിടെ വേറെ പാമ്പുകൾ സെക്ഷൻ, അത് പാമ്പുകൾ, സ്നേക്സ്, പല ടൈപ്പ് സ്നേക്കുകൾ പറഞ്ഞാൽ പേഴ്സണലി എനിക്കിട്ടോ തീരെ താല്പര്യമില്ലാത്ത സംഭവങ്ങളാണ്. പേടി മാത്രമല്ല, ഒരു അറുപ്പ് ഉള്ള സംഭവങ്ങളാണ് സ്നേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക്. അവിടെ കൂടുതലായിട്ട് അവിടെ ഷൂട്ട് ചെയ്യണില്ല, ആ ഭാഗത്തുനിന്ന് പോവുകയാണ്. മീനുകളത് അവിടെ ജസ്റ്റ് ഒരു ചെറു കോളം പോലെ എടുത്തിട്ട് ഒന്നായിട്ട് കൊടുത്തിട്ട്. നോ ക്രോക്കഡൈൽ. If crocodile, these all fishes will die. If crocodile, all fishes will eat that crocodile. That is tortoise is there. Tortoise is there, yeah. Not crocodile. Yeah. That crocodile though. Yeah, crocodile is too much here. Everywhere it is too much crocodile. Look at this. Yeah. Crocodile. Because everywhere they are putting crocodile. And this? No. This is tortoise. Yeah, tortoise. പ്രത്യേക ടൈപ്പ്. എന്താണത് സംഭവം? മരപ്പട്ടിയാണോ അതോ മെരുവാണോ? സാധനം അവിടെ കിടന്നിറങ്ങുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. എന്താണെന്ന് അറിയുന്നില്ല. മെരു തന്നെയാണ് ആവശ്യമുണ്ട്. മെരുവിൻ്റെ വേറൊരു രീതിയാണ്, രൂപമാണ്. കുറച്ച് രോമം തൊപ്പിയും വലുപ്പമൊക്കെ കൂടുതലാണ്. ആ സംഭവം ഉണ്ടോ, കിടന്നിറങ്ങണുണ്ടോ? അവസാനം കാട്ടിലെ രാജാവിൻ്റെ അടുത്തെത്തിയാണ്. കാട്ടിലെ രാജാവ് കൂട്ടിലാണെന്നുള്ള ഇവിടെ സൂല് എന്തായാലും ഇതാ വരുന്നുണ്ട്, കാണുക. രണ്ടാളുകളുണ്ട്, ഒരു ആൺസിംഹവും ഒരു പെൺസിംഹവും. അത്യാവശ്യം നല്ല തിന്നാനൊക്കെ കിട്ടുന്ന ആളുകൾ തന്നെ, ആരോഗ്യവാന്മാരാണ്. ആരോഗ്യവതിയും ആരോഗ്യവാനുമാണ്, മോശമൊന്നുമല്ല. എല്ലാം ഭക്ഷണം കഴിക്കുന്ന ആളുകൾ തന്നെ.
കരടികളെ സെക്ഷനിലെത്തി. 2 കരടികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതാ വെള്ളം കുടിക്കാൻ ഇറങ്ങാൻ ആള്. 2 കരടികൾ. Ini jantannya barang-barang siapa gitu. ഫ്ലമിംഗോ പക്ഷികളാണിത്. ഫ്ലമിംഗോ പക്ഷികൾ. പക്ഷെ നല്ല വലുപ്പമുണ്ട് കേട്ടോ. വീഡിയോയിൽ ചെറുതായിട്ടാണ് കാണുന്നത്. പക്ഷെ നല്ല വലുപ്പമുണ്ട്. Jangan, why? Dipatok nanti kamu. പക്ഷികളുടെ ഒരു ലോകം ഓപ്പണായിട്ട് ഇട്ടിരിക്കുകയാണ്. പക്ഷികൾ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ കണ്ടോ. ഇവിടുന്ന് ഓർക്കും പറന്നു പോവില്ല. ഒരു നെറ്റിൻ്റെ ഉള്ളിലാണ്. ഒരു കാട് പോലെ ഉണ്ടാക്കിയിട്ട് പക്ഷികൾ ഇതിൽ ഓപ്പണാക്കി ഇട്ടിരിക്കുകയാണ്. ഒരു മയിലുണ്ട് ആ തലക്കൽ കണ്ടോ. ചെറിയ പക്ഷികൾ. മയിലിത് അവിടെ. അയിന. ഒരു ചീറ്റ അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ആളെന്താ പറഞ്ഞോ, അതിൻ്റെ കമ്പിൻ്റെ മേലായിട്ട് കണ്ടോ, അവിടെ ഏറ്റവും മേലെ ഇങ്ങനെ കിടന്നുറങ്ങാണ്. ആളവിടെ ഉണ്ട്. ഇളകണത് കാണാം. താഴേക്ക് ഇറങ്ങി വന്ന ഉഷാറായിരുന്നു. പക്ഷെ അവിടെ കിടക്കണ ആള്. നടന്ന് മടുത്ത് ഇത് കണ്ടിട്ട് വേണമെങ്കിൽ പറയാം അക്കോലത്തിലായിരുന്നത്. എത്രങ്ങാനും സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാനുള്ളതെന്നോ. പക്ഷികളാണ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള്. വേഴാമ്പല്, പല ജാതി പല ടൈപ്പ് പക്ഷികൾ. Mandi ya, rasanya ya? അവസാനം നമ്മൾ ഈ ഭാഗത്തുനിന്ന് ബോട്ടിലേറി പോണം. നമ്മൾ വന്നത് ചെറിയ അതുപോലെ അപ്പുറത്ത് വന്ന വാഹനങ്ങളിൽ, കാറുകളിലാണെങ്കിൽ പോണത് റിട്ടേണിൽ ഈ ബോട്ടിലാണ്. വേറെ രീതി വഴി കരയിലൂടെ വന്ന് വെള്ളത്തിലൂടെ അപ്പുറത്ത് കിടക്കാൻ നോക്കുക. ഇനി ആ ബോട്ടിൽ കയറി പോവാ. എല്ലാം ആ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ് ഈ സംഭവങ്ങളൊക്കെ.
ഏത് നമുക്ക് ചൂസ് ചെയ്യാം. ഒന്നുകിൽ ആ വണ്ടി അല്ലെങ്കിൽ ബോട്ട്. അപ്പോൾ വന്നത് വണ്ടിയിലായതുകൊണ്ട് തിരിച്ചു പോണത് ബോട്ടിലാക്കാം. അങ്ങനെ സൂന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കണം കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് പുറത്ത് കിടന്ന്, സത്യത്തിൽ അത് പുറത്ത് കിടക്കാനല്ല കേട്ടോ, അത് ഈ സഫാരിൻ്റെ അല്ലെങ്കിൽ സൂവിൻ്റെ ടിക്കറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ലേക്കിലൂടെ ഒരു റൗണ്ട് എല്ലാം കണ്ടിട്ടുള്ള ഒരു റൗണ്ട് അടിക്കലേ അതായിരുന്നു അത്. പുറത്തേക്ക് പോകണമെങ്കിൽ ആ വണ്ടിയിൽ തന്നെ പോകണം. നടന്നു പോകണം, വണ്ടി കാത്തുനിന്നിട്ട് കാര്യമില്ല. കാരണം എന്താ പറഞ്ഞാൽ അത്രത്തോളം ആളുകൾ ആൾറെഡി അവിടെ ആദ്യം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേനും ഒരുപാട് ടൈം എടുക്കും. ഒന്ന് നടന്നിട്ട് പോകാം, പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് കിളികളുടെ സൗണ്ടും എല്ലാം കേട്ട് അങ്ങനെ സൂന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ വെച്ച് നിർത്താം നമുക്കിത്. അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ.